ഹലോ എവരിവൺ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. എന്തായിരിക്കും സന്തോഷം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കേട്ടറ്റിൻ്റെ റിസൾട്ടിന് ഇങ്ങനെ കാത്ത് നിന്നിട്ട് നമ്മളോടൊക്കെ പലപ്പോഴും കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, എന്താ സാർ വരാത്ത റിസൾട്ട്, ഇത്ര ദിവസമായില്ലേ. നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം നമ്മുടെ മക്കൾ ഒരുപാട് പേര് പരീക്ഷ എഴുതിയിട്ട് ഏകദേശം 1000-ലധികം കുട്ടികളാണ് ഇപ്രാവശ്യം എഡ്ഫിലിൽ എക്സാം എഴുതിയത്. എഡ്ഫിലിൻ്റെ കുട്ടികളായിട്ട് പരീക്ഷ എഴുതി, വ്യത്യസ്ത കാറ്റഗറി 1, 2, 3, 4 അപ്പോൾ സാധാരണ നമ്മൾ വരാറുള്ളൊരു ടൈം ഉണ്ടാവുമായിരുന്നു. പക്ഷേ ആ ടൈമൊക്കെ കടന്നുപോയി. ഒരുപാട് ക്ഷമിച്ച് അവസാനം ആദ്യ പ്രൊഫഷണൽ വന്നു, പിന്നെ കുറേ കഴിഞ്ഞ് റെക്ടിഫൈഡ് വന്നു, അതും കഴിഞ്ഞിട്ട് എന്ത് വന്നു, റിസൾട്ട് വന്നു. അങ്ങനെ റിസൾട്ട് വന്ന് ഹാപ്പി ആയവരുണ്ട്, അതേപോലെ തന്നെ ഒരു പ്രയാസമുള്ള പരാജയപ്പെട്ടവരോട് ഞാൻ അവസാനം കുറച്ച് കാര്യം പറയാം. ഇനി എഡ്ഫിലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ബിഗ് റിസൾട്ടാണ് ഇപ്രാവശ്യം നമുക്ക് സാധിച്ചത്. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും. എഡ്ഫിലിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടർ എന്ന നിലയിൽ വളരെ ഹാപ്പി മൊമെൻ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 437 ഇതിൻ്റെ കൗണ്ട് ഡൗണിൽ നമ്മൾ ഫൈനലി ഔട്ട് ചെയ്ത കണക്കാണ്. 500 അറൗണ്ട് എന്തായാലും 500 ബ്രേക്ക് ചെയ്യുന്ന റേഞ്ചിൽ എന്തായാലും ഉണ്ടാകും. പല റിസൾട്ടും കിട്ടാത്തതുണ്ട്. ഇനി നമ്മൾ ഔട്ട് ചെയ്യുന്നത് കുറേ ആളുകൾ സർവീസിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, സാർ ഡീറ്റെയിൽസ് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞ കേസുകളൊക്കെ ഉണ്ട്. എന്തായാലും അത്ര വലിയൊരു ബ്രേക്കിലേക്ക് നമുക്ക് എത്തി. അതായത് പരീക്ഷ എഴുതിയതിൽ 50% ആളുകളും വിജയിച്ചു എന്ന് പറയുന്ന വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള, വളരെ അമേസിങ് ആയിട്ടുള്ള, ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എഡ്ഫിലിൻ്റെ ഈ ഒരു സമയത്ത് ഉണ്ടായത്. കുറച്ച് കാത്തുനിന്നാലും നമ്മൾ ഹാപ്പി ആയി എന്ന് പറയാം അല്ലേ. ശരി, അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളെ അറിയിക്കാനും എന്തുകൊണ്ടാണ് ഈ റിസൾട്ട് എഡ്ഫിലിലേക്ക് വരാൻ കാരണമെന്ന് ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഫസ്റ്റ്ലി ഞാൻ വിജയിച്ച എല്ലാവരും ഈ എഡ്ഫിലിൻ്റെ വിദ്യാർത്ഥികളെയും കേട്ടറ്റ് വിജയിച്ച കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥിയും, യൂട്യൂബിൽ ഈ വീഡിയോ കാണുന്ന, ഇൻസ്റ്റയിലൊക്കെ കാണുന്ന എല്ലാവരെയും വളരെ ആശംസകൾ അല്ലെങ്കിൽ വളരെയധികം കൺഗ്രാറ്റ്സ് ഞാൻ അറിയിക്കുകയാണ്. വളരെ സന്തോഷം, വളരെയധികം സന്തോഷം. നിങ്ങളുടെ വിജയത്തിൽ, സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. എന്തുകൊണ്ടാണ് എഡ്ഫിൽ ഇത്തരം വിജയത്തിലേക്ക് എത്തുന്നത് എന്നത് വളരെ വലിയൊരു ക്വസ്റ്റ്യനായിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ ഈ ഒരു ജേണി തുടങ്ങുന്നത്, എഡ്ഫിലിൻ്റെ ജേണി തുടങ്ങുന്നത് 2022 എഡ്ഫിലിന് മുമ്പ് തന്നെ നമ്മളുണ്ട് ഫീൽഡിൽ. കേട്ടറ്റാണ് നമ്മുടെ പ്രൈം ഏരിയ എന്ന് പറയുന്നത്. ഞങ്ങളുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ കേട്ടറ്റും നെറ്റും സെറ്റൊക്കെ ക്വാളിഫൈ ചെയ്തിട്ട് ഇതിനിടയിൽ നമ്മുടെ കുട്ടികൾക്കും ഇതേപോലത്തെ ഒരു കോൺസെപ്റ്റ് നമ്മളൊക്കെ ക്വാളിഫൈ ചെയ്ത പോലെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് 2022 നമ്മൾ എഡ്ഫിൽ വരുന്നത്. 3 വർഷങ്ങൾക്ക് പിറകിൽ 2000-ലധികം കുട്ടികൾക്ക് കേട്ടറ്റ് യോഗ്യത നേടാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇനി നമ്മൾ വലിയ ഗ്രോത്തിലേക്കുള്ള വളർച്ചയിലാണ്. പ്രധാനമായും നിങ്ങൾ നൽകിയ സപ്പോർട്ട് തന്നെയാണ്, നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ഓരോ പിന്തുണയും, ഓരോ സമയത്ത് നിങ്ങൾ നൽകുന്ന ഓരോ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനുള്ള നന്ദിയും കടപ്പാടൊക്കെ പ്രത്യേകം അറിയിക്കുകയാണ്. എഡ്ഫിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എഡ്ഫിലിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞുതരാം. ഫാക്കൾട്ടീസ് എല്ലാം കേട്ടറ്റോ നെറ്റോ സെറ്റോ ഒക്കെ ക്വാളിഫൈഡ് ചെയ്ത ആൾക്കാരാണ്. ഇവർ കൃത്യമായ സിലബസിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, കണ്ടൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ കണ്ടൻസുകൾ നമ്മുടെ എഡ്ഫിലിൻ്റെ കോഴിക്കോടാണ് ഹെഡ് ഓഫീസ് വരുന്നത്. അവിടുത്തെ സ്റ്റാഫിന് അവർ അയച്ചു കൊടുക്കും. ആ അയച്ചു കൊടുത്ത് എഡിറ്റ് ചെയ്ത് കൃത്യമായിട്ട് PPT ഒക്കെ ആക്കി റെഡിയാക്കിയിട്ട്, ഇതിൻ്റെ ഒരു വർക്ക് ഫ്ലോ ഞാൻ ചുമ്മാ പറഞ്ഞുതരാം, നിങ്ങൾ അറിയണമല്ലോ. ഈ വർക്ക് ഫ്ലോ ചെയ്തിട്ട് കൃത്യമായ ഒരു ഡേറ്റിൽ അവർ വന്ന് ഡിജിറ്റൽ പാനലിലൊക്കെ വെച്ച്, അല്ലാത്ത സംവിധാനങ്ങളിലൊക്കെ വെച്ച് അവർ ഷൂട്ട് ചെയ്ത്, ആ ഷൂട്ട് ഔട്ട് ഇറക്കിയതിന് ശേഷം അത് എഡിറ്റർ, ഗ്രാഫിക് ഡിസൈനേഴ്സ് അതിൻ്റെ വർക്കുകൾ ചെയ്യും, വീഡിയോ എഡിറ്റേഴ്സ് അതിൻ്റെ വർക്ക്സ് ചെയ്യും, അക്കാദമിക് ഹെഡ് ടീം അതിനെ കോർഡിനേറ്റ് ചെയ്യും. എന്നിട്ടത് എഡ്ഫിൽ ലേണിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന നമ്മളുടെ ഓൺ ആപ്ലിക്കേഷൻ, കുറേ ആൾക്കാർക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാകും, പക്ഷേ ഓൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാത്രം പറയാൻ പറ്റിയെന്ന്, പല ആളുകൾക്കും ഉണ്ട്, ഇല്ലാത്തൊന്നും ഞാൻ പറയില്ല. ചില ആളുകൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്. നമ്മുടെ എഡ്ഫിൽ ഓൺ ആപ്ലിക്കേഷന് അത് ഒരുപാട് ഡൗൺലോഡ്സ്, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൊക്കെ 10,000 കണക്കിന് ഡൗൺലോഡ്സ് ഉള്ള ആപ്ലിക്കേഷൻസാണ്. അപ്പം അതിലൂടെ എന്ത് ചെയ്തു, അതിൽ അപ്ലോഡ് ചെയ്ത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയി. ക്ലാസ്സുകളൊക്കെ വളരെ കുറച്ചുള്ളൂ, 20-25 മിനിറ്റ്സ് ക്ലാസ് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് കൊടുക്കുന്നു, അതാത് സബ്ജക്റ്റിൽ പ്രാക്ടീസ് ടെസ്റ്റ് കൊടുക്കുന്നു, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ കൊടുക്കുന്നു. ഇതൊക്കെ പുറമെ
പ്രിൻ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്ന വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറും കൂടി നമ്മൾ കൊടുക്കുക. മെറ്റീരിയൽസൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് കൊടുക്കുക, വെറുതെ ചുമ്മാ എഴുതിയിട്ട് നിങ്ങൾ കുഴങ്ങണ്ട, പ്രയാസപ്പെടണ്ട. അതുവരെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു വളരെ യുണീക്ക് ഫീച്ചേഴ്സായിട്ട് എഡ്ഫിൽ നിങ്ങളെ മുമ്പിലേക്ക് എത്തുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നല്ല പേഴ്സണൽ സപ്പോർട്ട് ചെയ്യുന്ന മെൻറ്റേഴ്സ്, നല്ല ടീം വർക്ക്, നല്ല സ്റ്റാഫ് ഓറിയൻറ്റേഴ്സ്, ഫാക്കൾട്ടീസ്, മെൻറ്റേഴ്സ്, അതിലുപരി നിങ്ങളും ഈ അടങ്ങുന്ന ഒരു വലിയ ടീം വർക്കിൻ്റെ വിജയമാണ് എഡ്ഫിലിന് ഈ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചതെന്നുള്ളതാണ്. ഇത് സാധാരണ ഒരു എഫേർട്ട് എടുക്കാതെ ഏതൊരാളും ഇപ്പം ഞങ്ങളുടെ ഫോട്ടോസുകൾ നിങ്ങളുടെ റിസൾട്ടിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എഡ്ഫിലിന് ഗ്രൂപ്പുകളില്ലാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഗ്രൂപ്പ് ലിങ്ക് അയക്കാം, അടിയിൽ ഡിസ്ക്രിപ്ഷനും മറ്റുമൊക്കെ ആയിട്ട് കൊടുക്കാം, നിങ്ങളതിൽ ജോയിൻ ചെയ്യണം. പിന്നെ കുട്ടികളുടെ റിസൾട്ട് പരിശ്രമിച്ചു നേടിയ വിജയം എഡ്ഫിലാണ് കൂട്ടുന്ന കൊടുത്ത്. നമ്മുടെ കുട്ടികളെ നമ്മൾ അത്രയും പവർഫുൾ ആവണം. കാരണം അവർ പഠിച്ചു, അവർ നല്ലോണം എഫേർട്ട് എടുത്തു, നല്ലോണം പരിശ്രമിച്ചു. അപ്പോൾ എഡ്ഫിൽ നമുക്ക് എന്ത് ചെയ്തു, പരിശ്രമത്തിന് എഡ്ഫിൽ കൂട്ടുനിന്നു, കൂട്ടായിട്ട്, ഫ്രണ്ടായിട്ട്, മെൻറ്ററായിട്ട്, ടീച്ചറായിട്ട് എഡ്ഫിൽ നിന്നു എന്നുള്ളതാണ്. കേട്ടറ്റിൽ കേരളത്തിലൊരു വലിയ ട്രെൻഡിങ് ആയി എഡ്ഫിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇനി മാറാനിരിക്കുകയാണ്. കാണാൻ പോകുന്നത് വലിയ ട്രെൻഡാണ്, വലിയ മാറ്റങ്ങളാണ്. ഇത്രയും പോരാ, 10,000-കണക്കിന് കുട്ടികൾ പാസ്സാകുന്ന അവസ്ഥയിലേക്ക് എഡ്ഫിൽ എത്താൻ നിങ്ങൾ സഹായിക്കണമെന്നുള്ളതാണ്. ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി വിജയിച്ച ആളുകളോട് തുടർന്നും വിജയ മേഖലയിലേക്ക് വ്യത്യസ്തമായ PSC മറ്റ് കാര്യങ്ങളിലൊക്കെ പഠിച്ചു മുന്നേറാൻ ശ്രമിക്കുക. പരാജയപ്പെട്ടവരോട് മത്സര പരീക്ഷയാണ്, എല്ലാവരും ജയിക്കുമെന്ന് കരുതിയാൽ ഈ പരിപാടി നടത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇനിയും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എഫേർട്ട് ഒരിക്കലും പിറകോട്ട് പോകരുത്, നല്ലോണം എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുക. എഫേർട്ട് എടുത്ത് സക്സസ് ആവാനുള്ള ഏത് സമയത്തിനും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് പൂർണ്ണമായ സപ്പോർട്ട് എഡ്ഫിലിൻ്റെ ഭാഗത്ത് ഉണ്ടാവും. ഇനി എഡ്ഫിൽ ജോയിൻ ചെയ്യാത്ത, എഡ്ഫിലിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവില്ലേ, ഓരോട് അവസാനമായി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എഡ്ഫിലിനെ ഒന്ന് ചോയ്സ് ചെയ്യണം. ഒരു ബെസ്റ്റ് ചോയ്സായിട്ട് എഡ്ഫിലിനെ നിങ്ങളെ മെൻറ്ററായിട്ട്, ടീച്ചറായിട്ട് നിങ്ങളൊന്ന് എടുക്കണം. ഞാൻ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൂടെ കൊടുക്കാം, നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ച് നമ്മൾ ജൂണിലാണ് സാധ്യത ഉണ്ടായിരുന്നത്. പക്ഷേ ഈ മെയിൽ നടക്കുന്ന സർവീസ് കേട്ടിട്ട് ഉണ്ടായതുകൊണ്ട് ജൂണിലോ ജൂലൈയിലോ നോട്ടിഫിക്കേഷൻ വന്ന ഓഗസ്റ്റിലായിരിക്കും പരീക്ഷ. സമയമുണ്ടെന്ന് വിചാരിച്ചിരിക്കരുതേ. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, പഠിക്കാനുള്ള ഒരു നല്ല അടിപൊളി ബാച്ച് വരാൻ പോവുകയാണ്. മെയ് സെക്കൻഡ് വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ തന്നെ ക്ലാസ്സുകൾ പഠിക്കാൻ പറ്റും. അടിപൊളി സംവിധാനം വരികയാണ്. അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ കേട്ടറ്റിലുണ്ടെന്ന് പറയാം, കേട്ടറ്റ് എല്ലാ വിഷയത്തിലും ഉണ്ട്. ചില വിഷയങ്ങളിൽ സ്പെസിഫൈഡ് ആയ ചില വിഷയങ്ങളിൽ ജനറൽ മാത്രമേ കൊടുക്കണുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചില വിഷയങ്ങൾ ഏതൊക്കെ, അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷന്, സ്വിയിങ്, ഡ്രോയിങ് പോലെയുള്ള കുറച്ച് സംഗതികളുണ്ടല്ലോ, അതിൽ മാത്രം ഉറുദു പോലെയുള്ള സബ്ജക്റ്റ്, ബാക്കി എല്ലാ സബ്ജക്റ്റും എഡ്ഫിലുണ്ട്. കാറ്റഗറി 1 ഉണ്ട്, 2 ഉണ്ട്, 3യിൽ തന്നെ ഇംഗ്ലീഷ്, അറബിക്ക്, സംസ്കൃതം, അതേപോലെ തന്നെ മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, 4ൽ അറബിക്ക്, ഹിന്ദി, സംസ്കൃതം എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കുറച്ച് ഇല്ലാത്തതും കൂടി നമ്മൾ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുന്നതാണ്. മറ്റുള്ള എല്ലാവർക്കും ജനറലും കിട്ടും. അപ്പോൾ എല്ലാ കോഴ്സിലും ഇപ്രാവശ്യം റിസൾട്ടും ഉണ്ട് കേട്ടോ, നല്ല റിസൾട്ട്. ഈ കുട്ടികളെന്ന് പറയുന്നത് എല്ലാ കോഴ്സിലും വലിയ റിസൾട്ടാണ്. അപ്പോൾ വലിയ സന്തോഷത്തിലാണ്. പുതുതായി ജോയിൻ ചെയ്യണം എന്നാണ് എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ. ഞാനൊക്കെ കേട്ടിട്ട് പഠിക്കുന്നതും ഒക്കെ സ്വന്തമായിട്ടാണ് ഞങ്ങളൊക്കെ ഈ മേഖലയ്ക്ക് വരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അപ്പോൾ സ്വന്തമായിട്ട് പഠിച്ചാൽ ഒരു പരിമിതിയും ഉണ്ട്. പഠിക്കുന്നവരെ ഒരു പ്രയാസമായി കാണുകയല്ല. സ്വന്തമായി പഠിക്കാൻ നല്ല സ്കില്ലുള്ള ബ്രൈറ്റായ കുട്ടികൾക്ക് സ്വന്തമായി പഠിക്കാം. പക്ഷെ ഞാൻ പ്രിഫറൻസ് ചെയ്യുക, എത്ര ബ്രൈറ്റ് ആണെങ്കിൽ പോലും നമുക്കൊരു മെൻറ്ററും ഒരു സപ്പോർട്ടും നമ്മുടെ കൂടെ ഒരു ടീമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സുഖമാണ്. കാരണം നല്ല കോമ്പറ്റീഷനാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എഡ്ഫിൽ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഡീറ്റെയിൽസിലൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2025 ഓഗസ്റ്റിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. വലിയ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അടുത്തത് ആ റിസൾട്ടിൽ നിങ്ങളുണ്ടാവണം. എല്ലാവരെയും ഒന്നുകൂടിയും ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.